ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. മേബാങ് ടവറിൻ്റെ വിസ്മയകരമായ കാഴ്ചയോടെയാണ് കോലാലംപൂരിലെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. 1996 പെട്രോണാസ് ടവർ വരുന്നതിന് മുൻപ് ഇതായിരുന്നു മലേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ചു സമയം ഹോട്ടലിന് ചുറ്റും ചിലവഴിച്ചു. ഇത് മർഡേക്ക ടവർ, ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ ടവർ. ഇന്നത്തെ യാത്ര ബാട്ടു കേവ്സിലേക്കാണ്. സിറ്റിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ സ്ഥലം ലൈംസ്റ്റോൺ മലകളുടെ ഉള്ളിൽ രൂപപ്പെട്ട 3 പ്രധാന ഗുഹകളും അവയ്ക്ക് ചുറ്റുമുള്ള ചെറിയ ഗുഹകളും ചേർന്നതാണ്. $43 മീറ്ററോളം ഉയരമുള്ള മുരുക പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. ഇതിനു പുറകിൽ കാണുന്ന വർണ്ണശബളമായ 272 പടികൾ, അത് കയറി വേണം പ്രധാന ഗുഹയായ ടെമ്പിൾ കേവിലേക്ക് എത്താൻ. മുരുകൻ പ്രതിമയും ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് പതുക്കെ മുകളിലെത്തി. പ്രവേശന കവാടത്തിലൂടെ കടന്ന ഞങ്ങളെ വരവേറ്റത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. വിശാലമായ ഗുഹ, അതിനകത്ത് കുറെ അമ്പലങ്ങളും പ്രതിഷ്ഠകളും. തികച്ചും ആത്മീയത നിറഞ്ഞ അന്തരീക്ഷം. അവിടെ നിന്നും പടികൾ കയറി അവിടെയും അമ്പലങ്ങൾ കാണാം. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാഴ്ചകൾ കണ്ടതിനു ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. നിരവധി വെജ് റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളും ഇവിടെയുണ്ട്. അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. ബാട്ടു കേവ്സിൽ നിന്നും ഞങ്ങൾ നേരെ യാത്ര തിരിച്ചത് പുത്രജയയിലേക്കായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ദൂരമുണ്ട്. യാത്രയിലെങ്ങും മനോഹരമായ നഗര ദൃശ്യങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും ആവോളം ആസ്വദിച്ചു. സിരി വാവാസൻ ബ്രിഡ്ജ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പുത്ര മോസ്ക്, പുത്ര ലേക്ക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. സിരി വാവാസൻ ബ്രിഡ്ജ് 240 മീറ്റർ നീളമുള്ള ഒരു തൂക്കുപാലമാണ്. ഇതിൻ്റെ വൈവിധ്യപൂർണമായ എഞ്ചിനീയറിംഗ് വളരെ പ്രസിദ്ധമാണ്. പുത്രജയയെ മലേഷ്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹബ്ബ് എന്നറിയപ്പെടുന്നു. ഈ നഗരം അതിൻ്റെ ഗ്രീൻ സിറ്റിയുടെ സങ്കല്പം കൊണ്ട് പ്രശസ്തമാണ്. ഈ പാലം കടന്ന് ഞങ്ങൾ പുത്രജയ റൗണ്ട് അബൌട്ടിലെത്തി. ഇവിടുത്തെ കാഴ്ചകൾ കാണാനായി ബസ് ഇറങ്ങി. ഈ കാണുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. പെർദാന പുത്ര എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇസ്ലാമിക്, മലേഷ്യൻ, യൂറോപ്യൻ ആർക്കിടെക്ചറുകളുടെ മനോഹര സമന്വയമാണ് ഈ ബിൽഡിംഗ്.
24 വർഷത്തോളം മലേഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മലയാളി വംശജനായിരുന്ന ഡോക്ടർ മഹാതിർ മുഹമ്മദ് ആണ് പുത്രജയയുടെ രൂപകൽപ്പനയ്ക്കും പർദാന പുത്രയുടെ നിർമ്മാണത്തിനും പിന്നിലുള്ള പ്രധാന വ്യക്തി. ഇത് പുത്ര മസ്ജിദ് പിങ്ക് ഗ്രാനൈറ്റുകൾ കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് പിങ്ക് മസ്ജിദ് എന്ന പേരിലും അറിയപ്പെടുന്നു. 15,000 പേർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഈ പള്ളി ആധുനിക ഇസ്ലാമിക രൂപകൽപ്പനയും പരമ്പരാഗത ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ആകർഷകമായ ശില്പകലയാണ്. ഇത് പുത്ര ലേക്ക്. 650 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഈ തടാകം മോഡേൺ സങ്കല്പങ്ങൾക്ക് അനുസൃതമായി സംരക്ഷിച്ചിരിക്കുന്നു. ഈ തീരത്തിനോട് ചേർന്ന് നിരവധി സുവനീർ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും കാണപ്പെടുന്നു. വൃത്തിയുടെ കാര്യത്തിൽ ഗൾഫ് നാടുകളെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ മനസ്സിലേറ്റി ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. തിരികെ ഹോട്ടലിലേക്ക്.